സഹൃദയരെ കലാസ്നേഹികളെ, ക്രിസ്റ്റഫർ നോളാന്റെ ഒഡീസി കണ്ട് ഓട്ടയ മൂവി. എല്ലാവരും പൊതുവിൽ മോശ അഭിപ്രായമൊന്നും പറയാൻ സാധ്യതയില്ലാത്തൊരു സിനിമയാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എനിക്കും പ്രത്യേകിച്ച് മോശ അഭിപ്രായമൊന്നുമില്ല. ഐമാക്സിൽ കാണാൻ പറ്റിയില്ലല്ലോ, ഐമാക്സിന് വേണ്ടി നോളൻ എടുത്ത സിനിമ നമുക്ക് ട്രൂ ഐമാക്സിൽ ഇന്ത്യയിൽ കാണാൻ കഴിയില്ലല്ലോ എന്ന ഒരു സങ്കടം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ എവിടെയും ട്രൂ ഐമാക്സ് ഇല്ല. ആകെ ഉള്ളത് ഹൈദരാബാദിലാകണ്ടാണ്. അതും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന തിയേറ്ററല്ല, കുറച്ച് ഈ ഡോക്യുമെന്ററീസ് അങ്ങനത്തെ സർക്കാരിന്റെ എന്തോ സെറ്റപ്പാണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തിയേറ്റർ ഇന്ത്യയിൽ ഇല്ല. നോളൻ വരെ ഇവിടെ വന്നിട്ട് ഒരുപാട് ട്രോള് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഉള്ളത് ട്രൂ ഐമാക്സ് അല്ല. ഐമാക്സ് തിയേറ്റേഴ്സ് ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ ഈ ട്രൂ ഐമാക്സ് ഉണ്ടല്ലോ, ഐമാക്സിന് വേണ്ടി നോളൻ ഷൂട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആ ഒരു ആസ്പെക്ട് റേഷ്യോയിലുള്ള തിയേറ്റേഴ്സ് ആക്ച്വലി ഇവിടെ ഇന്ത്യയിലില്ല. അതിനേക്കാളും ചെറുതാണ്. ഉദാഹരണത്തിന് നോളൻ ഇപ്പം നമ്മുടെ തലയുടെ ഈ ഭാഗം വരെ ഷൂട്ട് ചെയ്ത് നമ്മളെ തിയേറ്ററിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാണുന്നത് ഇത്രയായിരിക്കും. ഇവിടുത്തെ ഐമാക്സ് എന്ന് പറയുമ്പോൾ അതായത് ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരിക്കും. മനസ്സിലായി? സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. അങ്ങനത്തെ തിയേറ്റേഴ്സ് ഇവിടെ ഇല്ല. ഇവിടെ ലേസറൊക്കെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ഇത് ഒഡീസി എന്ന് പറയുന്നത് ഒരു പാട്ടാണ്. ആക്ച്വലി ഒരു പാട്ടുണ്ട്. ഈ വീരഗാഥകളൊക്കെ പണ്ടത്തെ ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു പാട്ടായിട്ട് പോകുന്ന ഒരു പാട്ടുണ്ട്. ഇത് ഫേമസ് കുതിരയുടെ സെറ്റപ്പ്. ആ ഒരു സ്റ്റോറി തന്നെയാണ്. ട്രോയ് സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ബ്രാഡ് പിറ്റിന്റെ അതിനകത്ത് അഖിലീസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിന്റെ മരണം. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തതാണ്. അത് പണ്ടത്തെ പഴയ സിനിമയാണ്. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഒറ്റ ഗ്യാങ് ആയിട്ട് യുദ്ധം ചെയ്തതാണ്. ട്രോയ് എതിരെയായിട്ട് യുദ്ധം ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് മെയിൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി ഈ പറയുന്ന ഒഡീസിയസ് എന്ന് പറയുന്ന ആള്. അയാളാണ് ഈ യുദ്ധത്തിന്റെ മെയിൻ ആളും ബുദ്ധിമാനും ബുദ്ധി കേന്ദ്രവും ഒക്കെ. ഇവർക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് രാജാക്കാരാണ്. ഇവർ സെപ്പറേറ്റ് രാജ്യമുണ്ട്. പക്ഷെ ഇവരെല്ലാം ഒരു കോമൺ രാജാവിന്റെ കീഴിൽ സെർവ് ചെയ്തിട്ട് ട്രോയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരു കഥയുടെ സംഭവമാണ്. പിന്നെ ഈ പുള്ളിക്കാരന്റെ തിരിച്ചുവരവ് 10 വർഷം ട്രോയ് ഫോളോ ചെയ്തതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന വഴിയെ കാണുന്ന കുറച്ച് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് സ്വന്തം രാജ്യത്തെത്തുമ്പോൾ അവിടെ ഓവർ പവർ ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയും ഓവർ പവർ ചെയ്തിട്ട് എങ്ങനെയാണ് തിരിച്ച് സ്വന്തം രാജ്യം പിടിക്കുന്നതും ഭാര്യനെയും കൊച്ചിന്റെ അടുത്ത് എത്തുന്നത് എന്നുള്ള രീതിയാണ് ഈ സിനിമ. അതാണ് ഈ പടം. അത് എടുത്തേക്കുന്നത് സ്റ്റോറി ടെല്ലിംഗ്, ഇതിന്റെ കളർ ഗ്രേഡിങ്, സിനിമാറ്റോഗ്രാഫി, കുറച്ച് മ്യൂസിക്സ് ഒക്കെ ഉണ്ട് ഇതിന്റെ കിടിലമാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. നോളൻ വീണ്ടും സെറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചില 1-2 സീനിൽ എനിക്ക് അങ്ങനെ ഇന്റൻസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. പക്ഷെ അതിൽ 1-2 സീനൊക്കെ വരുമ്പോഴത്തേക്കും ആക്ച്വലി നമുക്ക് ഇമോഷണലി കണക്ട് ആവും അതിനകത്ത് ചെറിയ സാധനങ്ങൾ. അതാണ് നോളന്റെ മാജിക്. പിന്നെ മാറ്റ് ഡേമൻ, ഇതിലെ ഒഡീസിയസ് അഭിനയിച്ചിരിക്കുന്ന മാറ്റ് ഡേമൻ ആക്ച്വലി 55 വയസ്സുണ്ട്. പുള്ളിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര കിടിലമാണ്. ഫുള്ള് പാക്കൊക്കെ വെച്ച് 55 വയസ്സിൽ അയാൾ അത് കഷ്ടപ്പെട്ടുണ്ടായിരിക്കും ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ളത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. തിയേറ്ററിൽ പോയി കണ്ടോളൂ.